അജ്വ ഭാഗം 14. ആരുടെയും പ്രതികരണമൊന്നുമില്ലാതായപ്പോഴാണ് അവരുടെ നോട്ടം എൻ്റെ നേർക്കാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാനും എന്നെ ശ്രദ്ധിച്ചത്. അല്ലാഹ്, ഞാൻ 2 കാലിൽ എണീറ്റു നിൽക്കുകയാണ്. ഉമ്മ, എൻ്റെ മോനെ. ഒരു പൊട്ടിക്കരച്ചിലോടെ ഉമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും വീഴാൻ പോയ എന്നെ ആയിഷയും സാലിയും വന്ന് പിടിച്ച് ബെഡിലിരുത്തിയിരുന്നു. സാലി ആരാണെന്നല്ലേ? ആയിഷയുടെ ഹസ്ബൻഡാണ്. അവൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. ഉമ്മ, അതെൻ്റെ അജുബയാണ്. അവളെ അവർ എന്തെങ്കിലും ചെയ്യുമോ? ആരാണവർ? എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നീ പേടിക്കാണ്ടിരിക്കി, അവളെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഉമ്മ പറഞ്ഞപ്പോൾ, നീ പേടിക്കണ്ടടാ, എവിടെയാണെങ്കിലും നിന്റെ അജുബയെ നിന്റെ മുന്നിലെത്തിക്കും ഞാൻ. ഇത് എൻ്റെ വാക്കാണ് എന്ന് സാലി പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. സത്യം പറഞ്ഞ ഡോക്ടർമാർക്ക് മാത്രമല്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് വരെ എന്നെ കണ്ടിട്ട് അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെ സാലി പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ടും അവളുടെ ഒരു വിവരവും കിട്ടിയില്ല. ഡോക്ടർ പറഞ്ഞ എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ വിധത്തിലും നോർമലാണെന്ന് അവർ വിധി എഴുതി. ഇനി ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ അജുബയെ തേടി. അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ മടങ്ങുമ്പോൾ എൻ്റെ കൂടെ അവളും ഉണ്ടാവും, എൻ്റെ അജുബ. അപ്പോഴാണ് ആയിഷ അന്ന് വന്നവരിൽ ഒരാൾ എവിടെയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ അവരുടെ കല്യാണത്തിനാണോ എന്ന സംശയത്തിൽ ഞങ്ങൾ അവളുടെ കല്യാണ വീഡിയോ തപ്പിയത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വീഡിയോയിൽ 2-3 സ്ഥലത്ത് അവ്യക്തമായ അയാളുടെ മുഖം കണ്ടു. പക്ഷേ അയാൾ ആരാണെന്നറിയാൻ അതുകൊണ്ട് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് നെസിയെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് ആയിഷ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കരുണയിലെത്തി. അവിടെയുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അവിടുത്തെ മാഡം പറഞ്ഞത്, സൈറയാണ് അവളെ ഇവിടെ കൊണ്ടുവിട്ടത്. അവളെ ആരും അറിയാതെ ഒരിടത്ത് എത്തിക്കണമെന്നും എന്നോട് പറഞ്ഞിരുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം സൈറ വന്നിട്ടില്ല. എനിക്ക് വിളിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ അവളുടെ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അവർ എനിക്കൊരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞവൾ വേഗം ഫോൺ കട്ട് ചെയ്തു.